ഹലോ, വെൽക്കം ടു മൈ വീഡിയോ. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് 7th സ്റ്റാൻഡേർഡ് CBSEയിലെ 9th ചാപ്റ്ററിലെ ഒരു ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് ആ ക്വസ്റ്റ്യൻ ഒന്ന് കണ്ടാലോ. PQRS is a parallelogram. QM is the height from Q to SR and QN is the height from Q to PS. If SR is equal to 12 centimeter and QM is equal to 7.6 centimeter, find the area of the parallelogram PQRS. Second question, find the measure of QN if PS is equal to 8 centimeter. അപ്പോൾ എന്താണ് പറഞ്ഞിരിക്കുന്നത്? PQRS എന്ന് പറയുന്നത് ഒരു പാരലലോഗ്രാം ആണ്. ഇതാ ഇവിടെ ഞാൻ ചിത്രം വരച്ചിട്ടുണ്ട്. PQRS പാരലോഗ്രാം ആണ്. QM എന്ന് പറയുന്നത് SRന്റെ ഹൈറ്റ് ആണ്. QM എന്ന് പറയുന്നത് SRന്റെ ഹൈറ്റ് ആണ്, പെർപെൻഡിക്കുലർ ഹൈറ്റ് ആണ്. QN എന്ന് പറയുന്നത് PSന്റെ പെർപെൻഡിക്കുലർ ഹൈറ്റ് ആണ്. QMന്റെ ലെങ്ത് നമുക്ക് തന്നിട്ടുണ്ട് 7.6 സെന്റിമീറ്റർ ആണ്. പിന്നെന്താ തന്നിട്ടുള്ളത്? SR ഇസ് ഈക്വൽ ടു, SR എന്ന് പറയുന്നത് ഈ ഡിസ്റ്റൻസ് ആണ്, അത് 12 സെന്റിമീറ്റർ എന്ന് തന്നിട്ടുണ്ട്. ഫൈൻഡ് ദ മെഷർ ഓഫ് ദ പാരലോഗ്രാം. ആദ്യം നമ്മൾ ഏരിയ കണ്ടുപിടിക്കണം. അപ്പൊ ഫസ്റ്റ് നമുക്ക് ഏരിയ കണ്ടുപിടിക്കാം. ഏരിയ ഓഫ് പാരലലോഗ്രാം. എന്താ പാരലോഗ്രാമിന്റെ പേര്? PQRSന്റെ ഏരിയ കണ്ടുപിടിക്കാം. അപ്പൊ നമുക്കറിയാം പാരലോഗ്രാമിന്റെ ഏരിയ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താണ്? BH ആണ്. നമുക്ക് ഇതിൽ ഇട്ട് കൊടുക്കാം. B എന്ന് പറയുന്ന ബേസ് നമുക്കറിയാം 12 സെന്റിമീറ്റർ ആണ്. ഹൈറ്റ് അറിയാം, ഹൈറ്റ് ഇവിടെ തന്നിട്ടുണ്ട് 7.6. അത് നമുക്ക് ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം. ബേസ് 12 ഇൻറ്റു ഹൈറ്റ് എത്രയാ? 7.6. അപ്പൊ നമുക്ക് 1276 മൾട്ടിപ്ലൈ ചെയ്തെടുത്തിട്ട് പോയിന്റ് ഇട്ട് കൊടുക്കാം. 12 ഇൻറ്റു 2 ഇൻറ്റു 6 12, ബാലൻസ് 1, 1 ഇൻറ്റു 6 6, 6 പ്ലസ് 1 7, 7 ഇൻറ്റു 2 14, 14 പ്ലസ് 1, 1 ഇൻറ്റു 7 7, 7 പ്ലസ് 1 8. അപ്പൊ നമുക്ക് ഇത് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്നത് 2 1 9. അപ്പൊ നമ്മൾ പോയിന്റ് ഇട്ട് കൊടുത്താൽ എന്ത് കിട്ടും? 91.2. എന്താ നമുക്ക് ഏരിയ കിട്ടുക? 91.2 സെന്റിമീറ്റർ സ്ക്വയർ. ഏരിയ കാണുമ്പോൾ നമ്മൾ എപ്പോഴും സ്ക്വയർ ഇട്ട് കൊടുക്കണം. 91.2 സെന്റിമീറ്റർ സ്ക്വയർ ആണ്. PQRS എന്ന് പറയുന്ന പാരലോഗ്രാമിന്റെ ഏരിയ നമുക്ക് കിട്ടി 91.2 സെന്റിമീറ്റർ സ്ക്വയർ. ഇനി സെക്കൻഡ് ക്വസ്റ്റ്യൻ, അതിൽ എന്താ ചോദിച്ചത്? QN എന്ന് പറയുന്നത് ഏതാണ്? ഈ ഹൈറ്റ് ആണ്, ഈ പെർപെൻഡിക്കുലർ ഹൈറ്റ് ആണ് QN. ഇത് നമുക്ക് തന്നിട്ടില്ല എത്രയാണ്, ഇതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ QN എത്രയാന്ന് കണ്ടുപിടിക്കണം. PS നമുക്ക് തന്നിട്ടുണ്ട്. PS എത്രയാന്ന്? PS എത്രയാ? 8 സെന്റിമീറ്റർ എന്ന് തന്നിട്ടുണ്ട്. PS ഇസ് ഈക്വൽ ടു 8 സെന്റിമീറ്റർ എന്ന് തന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് നേരത്തെ തന്ന ഏരിയയിൽ തന്നെ ഇതിട്ട് കൊടുക്കാം. നമുക്കറിയാം പാരലോഗ്രാമിന്റെ ഏരിയ എത്രയാണ് കിട്ടിയത്? 91.2 സെന്റിമീറ്റർ സ്ക്വയർ. അപ്പൊ നമുക്ക് ആ ഇക്വേഷൻ തന്നെ എഴുതിയിട്ട് ഇതിൽ കൊടുക്കാം. അപ്പൊ ഏരിയ കാണാനുള്ള ഇക്വേഷൻ BH ഇസ് ഈക്വൽ ടു 91.2. ഇവിടെ നമ്മൾ ബേസ് ആയിട്ട് എടുക്കുന്നത് ഏതാണ്? ഈ PS ആണ്. PS എത്രയാണ്? ബേസ് 8 ഇൻറ്റു ഹൈറ്റ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അത് നമ്മൾ H തന്നെ കൊടുക്കാം. ഇസ് ഈക്വൽ ടു 91.2. ഇനി H ഇസ് ഈക്വൽ ടു, ഈ 8 ഇപ്പുറത്തേക്ക് വരുമ്പോൾ എന്താവും? 91.2 ഡിവൈഡഡ് ബൈ 8 എന്നാവും. 91.2 ഡിവൈഡഡ് ബൈ 8. ഇനി നമ്മൾ ഇതിനെ പോയിന്റ് മാറ്റി ചെയ്യാം. 912 ബൈ, ഇവിടെ ഒരു ഡെസിമൽ സ്ഥാനാണ് ഉള്ളത്, അതുകൊണ്ട് നമുക്ക് ബൈ 10 കൊടുക്കാം. ഈ അടിയിലുള്ള 8 അങ്ങനെ തന്നെ എഴുതാം. ഇനി നമുക്ക്
8ഉം 912ഉം തമ്മിൽ ക്യാൻസൽ ചെയ്യാം. എട്ടില് 8 ഒരു തവണ, 9ല് 8 ഒരു തവണ, അപ്പൊ 11, 11ല് 8 ഒരു തവണ, ബാക്കി എത്ര ഉണ്ടാവും? 3 ഉണ്ടാവും. 32ല് 144 ഉണ്ടാവും. അപ്പൊ നമുക്ക് എത്രയാ പിന്നെ ഇവിടെ എത്ര കിട്ടിയത്? 114/10 കിട്ടും. അപ്പൊ നമുക്ക് ഇതിനെ ഡെസിമൽ പ്ലേസിൽ മാറ്റി കഴിഞ്ഞാൽ 11.4 സെന്റിമീറ്റർ. അപ്പൊ നമുക്ക് എന്താണ് ചിത്രത്തിലെ QN എന്ന് പറയുന്ന പെർപെൻഡിക്കുലർ ഹൈറ്റ് കിട്ടി 11.4 സെന്റിമീറ്റർ. നമുക്ക് ആദ്യത്തെ ക്വസ്റ്റ്യന്റെ ആൻസർ ഏരിയ 91.2 സെന്റിമീറ്റർ സ്ക്വയറും QN എത്രയാണ്? 11.4 സെന്റിമീറ്റർ എന്നും കിട്ടി. അപ്പം ഈ രണ്ട് ആൻസറും എങ്ങനെയാണ് കണ്ടെത്തിയതെന്ന് നിങ്ങൾക്ക് മനസ്സിലായെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്